തുമ്പപ്പൂക്കൾ തൂണാടേ. ഹലോ ഗൈസ്, എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? അപ്പോൾ നമ്മൾ ഇന്ന് അർത്തുങ്കപ്പള്ളിയിൽ പെരുന്നാളിൻ്റെ കൊടിയേറ്റിന് പോവുകയാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പെരുന്നാൾ കൊടിയേറ്റാണ്. അപ്പോൾ നമുക്ക് റെഡിയായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് ദേ നമ്മൾ റെഡിയായി നമ്മുടെ പള്ളിയിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ പള്ളിയിലെ കൊടിയേറ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് നമ്മളൊരു ബൊട്ടീക്കിൽ ചെയ്തതാണ്. ഇവിടെ ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പള്ളിയിലോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ അർത്തുങ്കപ്പള്ളിയിലെത്തി. നല്ല തിരക്കുണ്ട് കേട്ടോ. ഒത്തിരി പേര് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ പെരുന്നാളിൽ കൊടിയേറ്റ് കൂടുന്നത്. കല്യാണം കഴിഞ്ഞിട്ടായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫീലുണ്ട്. അപ്പോൾ അനിയത്തിൻ്റെ ഫ്രണ്ടേ പോകുന്നുണ്ട്, അതുപോലെ തന്നെ അമ്മയുണ്ട് ഫ്രണ്ടിൽ. പിന്നെ നമ്മുടെ കസിൻസൊക്കെ പല സ്ഥലത്തായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പം നമ്മളുടെ കൊടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. പള്ളിയുടെ അകത്തുനിന്ന് കൊടി കൊണ്ടുവന്നിട്ടാണ് നമ്മളുടെ ഒരു കൊടിമരത്തിലോട്ട് കയറ്റുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ ആയിട്ട് ഒരുപാട് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതായത് ഹൈഡ്രജൻ ബലൂൺസൊക്കെ പറത്തി വിടും. പിന്നെ കുറേ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന മരങ്ങളിലൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ ഇപ്പം തെളിക്കത്തില്ല. കൊടിയേറി കഴിഞ്ഞിട്ടായിരിക്കും തെളിക്കുന്നത്. നമ്മുടെ കൊടിമരത്തിൻ്റെ താഴെ ആണെങ്കിൽ ഒരുപാട് ഹൈഡ്രജൻ ബലൂൺസ് ഒക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന മരങ്ങളിലൊക്കെ ലൈറ്റ്സ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ പള്ളിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ കുറേ ലൈറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണെങ്കിലും കണ്ടില്ലേ ഈ ഒരു ബോർഡ്. പക്ഷേ ഇവിടെ ആണെങ്കിലും ഇപ്പോൾ ലൈറ്റ് ഇടത്തില്ല. ആ ഒരു കൊടി കയറിയതിന് ശേഷമായിരിക്കും ലൈറ്റ് വരുന്നത്. പിന്നെ നമ്മളുടെ മേളിൽ കൂടെ ഡ്രോൺ പറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ശരിക്കും അടുത്ത് കൊടിയുടെ അടുത്തോട്ടൊന്നും പോയി കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടൊരു വലിയ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ആ സ്ക്രീനിൽ കൂടെ നമുക്ക് കൊടി കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ കൊടിയേറുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് ആ ഡ്രോണിൽ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. കണ്ടില്ല, ആ ഒരു സ്ക്രീനിലെല്ലാം കാണാൻ പറ്റും. പള്ളിയിൽ നിന്ന് കൊടി ഇറങ്ങുന്നതും അതുപോലെ തന്നെ കൊടി അങ്ങോട്ട് വരുന്നതൊക്കെ നമുക്ക് നല്ല രീതിക്ക് ആ ഒരു സ്ക്രീനിൽ കൂടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മളുടെ കൊടി ഇതേ പള്ളിയിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പം നമുക്കത് കൊടിമരച്ചോട്ടിലോട്ട് കൊണ്ടുവരുവാണ് അവരെല്ലാവരും കൂടെ. അപ്പോൾ നമ്മളുടെ കൊടി ഇതേ കൊടിമരച്ചോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ കുറച്ച് പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. പിതാവൊക്കെ വന്നിട്ടുണ്ട്. പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കൊടിയേറ്റുന്നത്. എല്ലാവരും തന്നെ ഭയങ്കര ഈഗർലി വെയിറ്റിംഗ് ആണ് കേട്ടോ. ഒരുപാട് സ്ഥലത്ത് നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മുടെ ആ ഒരു സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ തിരക്കിൻ്റെ ആ ഒരു കാഠിന്യം മനസ്സിലാവും. പരിശുദ്ധാത്മാവ് നിറവിനായി ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുനാൾ കൊടിയേറ്റ് കർമ്മത്തിൽ നമുക്ക് പങ്കുചേരാം. നമുക്കിപ്പോൾ നവനാളിച്ചത് ഏറ്റുകൊല്ലാം.
അപ്പോൾ ഗൈസ് നമ്മളുടെ കരിമരുന്ന് പ്രയോഗമൊക്കെ കഴിഞ്ഞു. ഒരുപാട് എൻജോയ് ചെയ്തു. കുറേ നാൾക്ക് ശേഷമാണ് കാണാൻ വേണ്ടി പറ്റിയത്. അപ്പം നമ്മൾ ഇനി അകത്തോട്ട് പോവുകയാണ്, പള്ളിയിലേക്ക് പോവുകയാണ്. കൊടിയേറ്റ് കഴിഞ്ഞിട്ടുള്ള കുർബാന ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നേരത്തെ പോയില്ലെങ്കിൽ സീറ്റ് കിട്ടത്തില്ല. പള്ളിയുടെ അകത്ത് കയറി കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ ഞാൻ അധികം കാണിക്കില്ല, കാരണം നമുക്ക് കുർബാനയിൽ പങ്കുകൊള്ളേണ്ടത് കൊണ്ട്. അപ്പം നമുക്ക് എന്തായാലും പുറത്തിറങ്ങിയിട്ട് ബാക്കിയൊക്കെ നമുക്ക് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം നമ്മളുടെ കുർബാന ഇപ്പോൾ തുടങ്ങും. അച്ഛന്മാരാണെങ്കിൽ പുറകിൽ നിന്ന് ലൈനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അൾത്താര ബാലന്മാർ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അൾത്താരയിലോട്ട്. ഇതിന് ശേഷമാണ് നമ്മുടെ കുർബാന തുടങ്ങുന്നത്. അപ്പം നമ്മളുടെ കുർബാന എല്ലാം കഴിഞ്ഞു. അച്ഛന്മാരൊക്കെ നമ്മുടെ ആൾത്താരിൽ നിന്ന് പോകുവാണ്. ശരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ടോ, കാരണം നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ മലയാളം കുർബാന ആസ്വദിച്ച് കൂടാൻ പറ്റുന്നത് ഭയങ്കര ദൈവാനുഗ്രഹമാണ്. പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ സമയത്ത്. ഞാൻ അയർലൻഡിലായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യം ജനുവരി ടൈം പീരീഡിൽ നാട്ടിൽ വന്നിട്ട് പുണ്യാളിനെ കാണാൻ പറ്റണേ, നേർച്ചയെടുത്ത് കൊടുക്കാൻ പറ്റണേതാണ്. അതെന്തായാലും ഇത്തവണ മുടങ്ങിയില്ല. പുണ്യാളിനെ എന്തായാലും പ്രാർത്ഥന കേട്ടു. അപ്പോൾ അത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ നല്ല രീതിക്ക് തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം കൂടാൻ പറ്റുന്ന യാതൊരു ഉറപ്പും എനിക്കില്ലായിരുന്നു. പക്ഷേ ദൈവത്തിന് ഒത്തിരി നന്ദി ഇങ്ങനെ ഒരു ദിവസം ഒരുക്കി തന്നതിന്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം നമ്മുടെ അർത്തുങ്കൽ താമസിക്കുന്നവർക്കറിയാം, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഒരു വികാരമാണ് അർത്തുങ്കൽ പള്ളി പെരുന്നാൾ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ അമ്മയ്ക്കാണെങ്കിൽ ആരോ സംസാരിക്കാൻ കിട്ടി. ഇനി അമ്മ സംസാരിച്ച് കുറേ നേരം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അപ്പം നമുക്ക് അതേ സമയം ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാം. ഞാൻ എന്ത് ഹാപ്പിയാണെന്നുള്ള കാര്യം എൻ്റെ മുഖത്തുനിന്ന് മനസ്സിലാവും. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഒരുപാട് നാൾക്ക് ശേഷം ഇതൊക്കെ കണ്ടതുകൊണ്ട്. ശരിക്കും ദൈവം എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു അടിപൊളി ഒരു സംഭവമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ എത്തിപ്പെടാൻ പറ്റാത്ത അത്ര കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും എൻ്റെ ലൈഫിൽ സംഭവിക്കാറ്. കുറേ പേരൊക്കെ എനിക്ക് വട്ടാണെന്നോ അല്ലെങ്കിൽ ഈ 2024 ഇങ്ങനത്തെ കുട്ടികളുണ്ടെന്നോ അല്ലെങ്കിൽ ഇത്രയും ഭ്രാന്ത് പറയുന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കാറില്ല. വേറൊന്നും കണ്ടല്ല, ഒരിക്കലും ഈ ഒരു ജനുവരി പെരുന്നാളിന് എനിക്ക് കൂടാൻ പറ്റുന്ന യാതൊരു ഉറപ്പും എനിക്കുണ്ടായിരുന്നില്ല. അത് വലിയൊരു അത്ഭുതമാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് നമുക്ക് പിന്നീട് വീഡിയോ ആയിട്ട് ചെയ്യാം. നമ്മൾ പലപ്പോഴും നമുക്ക് അവിശ്വാസം വരുമ്പോഴാണ് നമ്മുടെ കാര്യത്തിൽ നമ്മുടെ ലൈഫിലുള്ള പല കാര്യങ്ങളും നടക്കാതെ പോകുന്നത്. നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മളുടെ പുറകെ വരും. നമുക്ക് വിശ്വാസം വേണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസം വേണം. അത് മാത്രമല്ല, നമുക്ക് ദൈവത്തിലും വിശ്വാസം വേണം. അപ്പോൾ അതേ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ കപ്പലണ്ടി വറുത്തതും പട്ടാണി വറുത്തതൊക്കെ മേടിച്ചിട്ടുണ്ട് വീട്ടിൽ പോയി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ പള്ളിയിൽ നിന്ന് വീട്ടിലെത്തി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ കുട്ടി ചാനലുള്ള കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ. And this is Anu signing off. ആമ്പൽ തളിരും അഴകായി മിന്നിത്തെന്നി മിനുങ്ങി നടക്കും മിന്നാമിന്നികളെ, കൊട്ടാരത്തിനകത്തു കുരുന്നു വിളക്കു കൊളുത്താൻ വാ. മാരിവില്ലിൻ ഗോപുരങ്ങൾ